السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും തെറ്റുകൾ വരുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ നടത്തിയും ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശനം ലഭ്യമാകുന്ന ആളുകളുടെ അടയാളങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത്. ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു, അവർ സ്വർഗത്തിലാണ്. ആ വിശ്വാസികൾ തൗഹീദുള്ളവരാണ്. അതോടൊപ്പം അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നമസ്കാര ഭക്തി പുരസ്സരം നിർവഹിക്കുന്നവരാണ്. ഭക്തിയോടുകൂടി നമസ്കരിക്കാത്തവർ സ്വർഗത്തിലുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വല്ലദീനഹും അനിൽ ലഗ്വി മൂരിലൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും ഉണ്ടാവുകയില്ല. അനാവശ്യ കാര്യങ്ങൾ എന്താണെന്ന് പ്രത്യേകമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ശിർക്കാണ്, മറ്റൊന്ന് ബിദ്അത്താണ്. അതോടൊപ്പം തന്നെ എല്ലാ തോന്നിവാസങ്ങളും. ഇതെല്ലാം ഒഴിവാക്കാത്ത ആളുകളുടെ നമസ്കാരവും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിലെ അവസരവുമില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ, അള്ളാഹുവിൻ്റെ മായുള്ള കരാറുകളും മനുഷ്യരുമായി എടുക്കുന്ന കരാറുകളും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും മനുഷ്യർ പരസ്പരം തമ്മിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാകുന്ന അമാനത്തുകളും ഇതൊന്നും സൂക്ഷിക്കാതെ ഒരാൾക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ കയറാൻ കഴിയില്ല. ഈ വിശേഷണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഉലായിക ഹുമുൽ വാരിസൂൻ, ഈ അടയാളങ്ങളെല്ലാം ഉള്ളവരാണ് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം അനന്തരമെടുക്കുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ഫിർദൗസ് എന്ന സ്വർഗത്തെയാണ് അനന്തരമെടുക്കുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ, ആ ഫിർദൗസ് എന്ന ജന്നാത്തുൽ ഫിർദൗസ് ആണല്ലോ അള്ളാഹ് സൃഷ്ടിച്ച സ്വർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വർഗം. അതിൽ പ്രവേശനം ലഭ്യമാകുന്ന ആളുകളുടെ സവിശേഷതകളാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്.
ഈ സ്വർഗം നേടിയെടുക്കാതെ മരണപ്പെടാതിരിക്കാൻ പ്രത്യേകം മുത്തഖീങ്ങൾ ശ്രദ്ധിക്കണം. മരിച്ചതിന് ശേഷം അങ്ങനെ ആയില്ലല്ലോ ഇങ്ങനെ ആയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ഏതായാലും ഒരു ദിവസം മരിക്കണം, ഒരു രക്ഷയുമില്ല മരിക്കാതിരിക്കാൻ. സൂറത്ത് ആൽ ഇംറാനിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും മരണം ആസ്വദിക്കണം. ദായിഖത്തുൽ മൗത്ത്, മരണത്തെ രുചി നോക്കുന്നതാണ്. മരണം ഭയങ്കര രുചിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, അള്ളാഹുവേ ഞാൻ സക്കറാത്തുൽ മൗത്തിൽ നിന്ന്, മരണത്തിന്റെ ഉഗ്രമായ വേദനയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും നമസ്കാര ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കും. മരണവേളയിലും അത് തന്നെ പ്രാർത്ഥിച്ചത്. പടച്ചോനെ റബ്ബി ഗഫിർലി വർഹംനി, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണം, അള്ളാഹുവെ നീ എന്നോട് കരുണ കാണിക്കണം. റസൂലുള്ളാഹിന്റെ മരണവേളയിലെ പ്രാർത്ഥനയാണ്. വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അള്ളാഹുവെ ഉന്നതരായ എൻ്റെ കൂട്ടുകാരിലേക്ക് നീ എന്നെ ചേർത്ത് തരണേ, പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം. വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതരായ കൂട്ടുകാരിലേക്ക്, അമ്പിയാക്കന്മാരെല്ലാമുള്ള തൻ്റെ കൂട്ടുകാരിലേക്ക് സ്വർഗത്തിൽ ചേർത്ത് തരണേ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മരണം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ നമ്മൾ സ്വർഗസ്ഥരാവുകയും നരകമുക്തരാവുകയും ചെയ്യണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു മനസ്സമാധാനം നൽകുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു നൽകുന്ന മാരകവും നിസ്സാരവുമായ എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് മാരകമായ വേദന അനുഭവിച്ച് കഴിയുന്ന എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുമ്പോൾ നരകമുക്തനാണെന്ന് ഉറപ്പുവരുത്തുക, സ്വർഗപ്രവേശനം ലഭ്യമായവരാണെന്ന് ഉറപ്പുവരുത്തുന്ന കൂട്ടത്തിൽ നമ്മൾ പെടണം. അല്ലാഹു പറയുകയാണ്, എല്ലാ മനുഷ്യരും മരിക്കും. വഇന്നമാ തുവഫൗന, എന്തിനാ മരിപ്പിക്കുന്നത്? അല്ലാഹു മനുഷ്യനെ പ്രതിഫലം കൊടുക്കാൻ. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഭൂമിയിൽ എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തെല്ലാം പ്രവർത്തിച്ചില്ല, എന്തെല്ലാം അല്ലാഹു പറഞ്ഞതിൽ നിന്ന് അതിര് കടന്ന് പ്രവർത്തിച്ചു, എന്തെല്ലാം അല്ലാഹു പറഞ്ഞത് വിട്ടുകളഞ്ഞു, ഇതെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു മരിപ്പിക്കുന്നത്. അപ്പം ആ മരണം ഈ ഭൂലോകത്ത് മനുഷ്യരായി പറഞ്ഞ എല്ലാവർക്കുമുണ്ട്. എന്നിട്ടല്ല പറയാണ്, ഫമൻ സുഹുസിയാനി നാർ, ആര് നരകത്തിൽ നിന്ന് മുക്തരായി മരണപ്പെടുമ്പോൾ നരകത്തിൽ നിന്ന് മുക്തരാണെന്ന് ഉറപ്പുവരുത്തുക. വഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശനം ആർക്ക് ലഭ്യമാകുന്നുവോ ഫഖദ് ഫാസ്, അവന്റെ ഭൗതിക ജീവിതം തീർത്തും ഫലപ്രദമായി, വിജയപ്രദമായി. ഫഖദ് ഫാസ്, അതിനെന്ത് വേണം? ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ വിജയം കിട്ടണമെങ്കിൽ അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും താൽക്കാലികമാണെന്നും അത് വഞ്ചിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളാണെന്നും അത് അല്ലാഹു മനുഷ്യരെ, അതിൽ പെട്ടുപോകുന്നവരെ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഭൂമിയിൽ സംവിധാനിച്ച സന്തോഷങ്ങളാണെന്നും ബോധ്യപ്പെടുക. സന്തോഷിച്ച് അവസാനം മരിക്കുമ്പോൾ നരകം ഉറപ്പുവരുത്താതെ മരിക്കണം. നമുക്ക് സന്തോഷിക്കണ്ട എന്ന് അല്ലാഹു എവിടെയും പറയുന്നില്ല. സന്തോഷിക്കാം, ആനന്ദിക്കാം, ആഹ്ലാദിക്കാം, പക്ഷേ പരിധി വേണം. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ മറികടക്കുന്നുണ്ടോ, എവിടെയാണ് ഞാൻ പരിധി മറികടക്കുന്നത് എന്ന് ചിന്തിച്ചു വേണം ജീവിക്കുവാൻ. അങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സ്വർഗം ആർക്കാണ് ലഭ്യമാവുക? നമ്മൾ പറഞ്ഞു വന്നത് കുറെ അടയാളങ്ങൾ പറഞ്ഞു. എന്നാൽ അല്ലാഹു 50ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആർക്കാണ് സ്വർഗം കൊടുക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അന്ന ലഹും, അവർക്കുണ്ട് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗം. ആർക്ക്? ബഷീർ നബിയെ സന്തോഷ വാർത്ത അറിയിച്ചോളൂ. അല്ലദീന ആമനു, തൗഹീദ് ഉൾക്കൊണ്ടവർക്ക്, ഏകനായ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു സംഘർഷാവസ്ഥയിലും ഏത് സംഘടന വേളയിലും
ആ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് അറിയിക്കുക. ഫബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, അതോടൊപ്പം തന്നെ ആവും വിധമുള്ള സൽക്കർമ്മ നിരതമായി ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി ജീവിക്കുന്നവർക്ക് അവർക്കുള്ളതാണ് സ്വർഗം. ഫബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട് ജന്നാത്ത്, സ്വർഗത്തോപ്പുകൾ. എങ്ങനത്തെ തജ്രീമിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് സ്വർഗം വേണമെങ്കിൽ അയാൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത് തൗഹീദാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ഒരാൾക്ക് സ്വർഗം തുറക്കാനുള്ളൊരു താക്കോലുണ്ട്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണ്. അത് കയ്യിലുള്ളവർക്ക് ആ സ്വർഗത്തിൽ കയറാൻ കഴിയും. അതാണ് ഈമാൻ. ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും തൗഹീദ് ഉൾക്കൊള്ളുകയും വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മ നിരതമായി ജീവിക്കുകയും അങ്ങനെ മരണം വരെ തുടരുകയും ചെയ്യുന്ന വ്യക്തികൾ, അവർക്ക് അള്ളാഹു കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ്, അവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫിഹ, അത് അള്ളാഹു ശാശ്വതമായി നൽകുന്ന സ്വർഗമാണ്. അത് അള്ളാഹു സ്വർഗം ആ നിലക്ക് കൊടുക്കുക മാത്രമല്ല, അത് ജന്നാത്തുൽ ഫിർദൗസാണ്. നുസുലൻ, അള്ളാഹുവിന്റെ വിരുന്ന് സൽക്കാരമാണ്. വിശ്വാസിക്ക് അള്ളാഹു മരണാനന്തരം ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ പങ്കിടാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നുസുൽ, വിരുന്ന് സൽക്കാരമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? ഒരുപാട് പ്രശ്നങ്ങളുള്ള സങ്കീർണമായ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. കുടുംബത്ത് പ്രശ്നമുണ്ട്, ശരീരത്തിന് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ കെടുകാര്യസ്ഥതകൾ, അതുപോലെ ജീവിതത്തിന്റെ പല തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥയിലൂടെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നല്ലൊരു ശതമാനം ആളുകൾ തമ്മാടിത്തങ്ങളുടെ കൂത്തരങ്ങിലേക്ക് കൂപ്പുകുത്തുകയാണ്. കേവലം ഒരു മൊബൈൽ വന്നതോടുകൂടി മനുഷ്യന്റെ ഈമാനും അമിൽസാലിഹാത്തും നഷ്ടപ്പെടുകയും കൂടെ എല്ലാവിധ തമ്മാടിത്തങ്ങളും വാരിപ്പുണരുകയും ചെയ്യാൻ നല്ല അവസരമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നവർക്ക് ഈമാനും അമിൽസാലിഹാത്ത് നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സൂറത്ത് ഫുസ്സിലയിൽ നോക്കിയാൽ കാണാം. എന്താ പറയുന്നത്? ഇന്നല്ലദിന ഖാലു റബ്ബുനല്ലാ, ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഞങ്ങളുടെയും രക്ഷിതാവ് അല്ലാഹു ആണെന്ന് ആര് പ്രഖ്യാപിച്ചുവോ, ഇന്നല്ലദിന ഖാലു റബ്ബുനല്ലാ, റബ്ബുനല്ലാ എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വ ജീവിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചവർ അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാൻ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ച സമൂഹത്തിലുള്ള ആളാണ്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് വേണം. അല്ലാഹു നിരന്തരം പരീക്ഷിക്കും. അപ്പോഴൊക്കെ നേരെ ചൊവ്വ പിടിച്ചു നിൽക്കാൻ കഴിയണം. ചിലർ തമ്മാടിത്തങ്ങളിലേക്ക് പോകും അള്ളാഹുവിൻ്റെ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ. ചിലർ കള്ളുടിയന്മാരാവും, ചിലർ പാട്ടിനും കൂത്തിനും അടിമപ്പെടും, വേറെ ചിലർ മൊബൈലിന് അടിമപ്പെടും. മൊബൈലിൽ അടിമപ്പെടുക എന്താണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലുണ്ടാവും അല്ലേ? അങ്ങനെയുള്ളവർ രാത്രി 12 മണി 1 മണി വരെ ഉറക്കമൊഴിച്ച് ഈ മൊബൈലിൽ കളിക്കുകയാണ്, ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അല്ലേ? അവരുടെയും ഉള്ളിൽ നന്നാവണമെന്നുണ്ട്, പക്ഷെ പിശാച് സമ്മതിക്കൂല. ഏറ്റവും വലിയ പിശാചാണ് മൊബൈല്. അത് കയ്യിൽ കിട്ടിയാൽ, ചിലപ്പോൾ കയ്യിൽ പിടിച്ചവനും പിശാചായാൽ, രണ്ടു കൂട്ടരും കൂടി ഒത്താൽ, അള്ളി റസൂൽ ഒത്താൽ അബൂജാഹിൽ പുറത്തു പറഞ്ഞതുപോലെ ഇതൊരു അബൂജാഹിലാണ്. ഇത് വല്ലാത്തൊരു സാധനമാണ്. അതോടുകൂടി മനുഷ്യന്റെ എല്ലാ നന്മകളും, ഒരുപാട് നന്മയിലൂടെ ജീവിക്കണമെന്നും ലോകത്ത് അള്ളാഹു മരണപ്പെടുത്തുമ്പോൾ സ്വർഗത്തിന് അവകാശിയാണെന്ന് ബോധ്യപ്പെട്ട് മരിക്കണമെന്നൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സുമ്മസ്തഖാമു, സ്ഥിരചിത്തതയോട് പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ വേണം ശക്തമായ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, അങ്ങനെ മരണം വരെ ആര് ജീവിക്കുന്നുവോ അവർ മരിക്കുമ്പോൾ അള്ളാഹ് പറയുന്നു തതനസ്സലു അലൈഹിമുൽ മലായിക്കത്ത്, ആ മനുഷ്യൻ മരിക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ വാൻ ലോകത്ത് നിന്ന് ഇറങ്ങി വരും. 50,000 മലക്കുകളാണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി. അതിലൊരു മലക്കാണ് മലക്കുൽ മൗത്ത്, അതാണ് റൂഹിനെ എടുക്കുന്നത്. നമുക്കറിയാം 2 തരത്തിലെടുക്കും അല്ലേ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വന്നാസിയാത്തി ഓർക്ക. അതാരാ? നാസിയാത്ത്,
ഊരിയെടുക്കുക, ജസദിൽ നിന്ന് റൂഹിനെ ഊരുക. വന്നാസിയാത്തി ഉറക്കാറിനെ മുങ്ങിത്തപ്പി, ശരീരത്തിന്റെ അകത്തേക്ക് മലക്കുൽ മൗത്ത് മുങ്ങിത്തപ്പും. ഓരോ ഭാഗത്തുനിന്ന് റൂഹ് ഇപ്പോൾ എവിടെയെന്ന് ഇപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയും, കണ്ണെവിടെയെന്ന് പറയാൻ കഴിയും, ചെവി എവിടെയെന്ന് പറയാൻ കഴിയും, കാലെവിടെയെന്ന് പറയാൻ കഴിയും, കൈ എവിടെയെന്ന് പറയാൻ കഴിയും. നിങ്ങളുടെ ഓരോ അവയവങ്ങളും എവിടെയെന്ന് പറയാൻ കഴിയും. റൂഹ് എവിടെയുള്ളത്? അത് ശരീരത്തിന്റെ അകത്തുണ്ട്. അത് മുങ്ങിത്തപ്പി ഊരിയെടുക്കും. ആ ഊരിയെടുക്കുന്ന രംഗത്ത് വല്ലാത്ത വേദനയാണ് ഈ വ്യക്തി അനുഭവിക്കുക. അതാണ് വന്നാസിയാത്തി ഉറക്ക. അതാരെയാണ്? അത് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കാര്യങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് അതിനൊന്നും ഒരു പ്രാധാന്യവും ജീവിതത്തിൽ കൊടുക്കാത്ത ആളുകൾ മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് അവന്റെ ശരീരത്തിലേക്ക് ഊർന്നിറങ്ങും. എന്നിട്ട് റസൂൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് അകത്തു നിന്ന് കുളത്തുകൾ വലിച്ചെടുക്കും പോലെ. ഒരു നനഞ്ഞ പഞ്ഞി, ഒരു ചാക്കുകെട്ടിൽ പഞ്ഞിയുണ്ടെങ്കിൽ അതിനകത്തൊരു ഇരുമ്പിന്റെ കുളത്തുണ്ടെങ്കിൽ എടുക്കാൻ കഴിയില്ല. എങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ? കുറെ അങ്ങോട്ട് ഊരിയിട്ട് അങ്ങോട്ട് തന്നെ അകത്തേക്ക് കൊടുക്കണം, പിന്നെ ഊരുക, പിന്നെ അകത്തേക്ക് കൊടുക്കുക, എന്നാലേ കിട്ടുള്ളൂ. അതുപോലെയാണ് എടുക്കുക. അതാണ് വന്നാസിയാത്തി ഉറക്കൻ, മുങ്ങിത്തപ്പി ഊരിയെടുക്കും. എന്നാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈമാനും അമലുസാലിയാത്തുമായി ജീവിച്ചു, പരമാവധി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്തു. അങ്ങനെ ജീവിക്കുന്നവരും ഭൂമിയിലുണ്ട്. അവർ മരിക്കുമ്പോൾ വന്നാശിത്താത്തി നെഷ്ടൻ, വളരെ സൗമ്യമായി, വലിയ പ്രയാസം കൂടാതെ സൗമ്യമായി മലക്കുകൾ ഊരിയെടുക്കും. അപ്പം നമ്മൾ പറയും, അയാൾ പടച്ചോനെ വലിയ വേദന ഒന്നും അനുഭവിക്കാതെ പോയി. മറ്റയാളോ മുങ്ങിത്തപ്പി അങ്ങനെ ഊരിയെടുക്കുമ്പോൾ മലക്കുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങോട്ട് ഊരി കൊണ്ടുവന്ന് ആ സമയം വരെ ഇവന്റെ ഭൂമിയിൽ നിന്ന് ഇവനെ അടർത്തേണ്ട ടൈം ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിപ്പം 12:45 12:45 ആവാതെ ഊരൂല അവർ ഫുള്ളായിട്ട് മലക്കുകൾ. അതല്ല കൊടുത്ത ഓർഡറാ. അപ്പൊ 12:42 ആണ് ഊരിക്കൊണ്ടുവന്നതെങ്കിൽ അന്നനാളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തും. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയും, അവർ പിടുത്തം വിട്ടാലേ, റൂഹിന്റെ പിടുത്തം അവരങ്ങോട്ട് വിട്ടാൽ രോഗിന്റെ അടുത്ത ആളുകൾ പറയും ഇപ്പം നല്ല സമാധാനം ഉണ്ട്. അവർ വിട്ടതാ. ഇനി 3 മിനിറ്റും കൊണ്ട് വീണ്ടും മുങ്ങും, ഊരിയിട്ട് പിടിക്കും. അപ്പം നമ്മൾ എന്തു പറയും? അല്ലോ വീണ്ടും മാറിയല്ലോ, അവസ്ഥയൊക്കെ മാറി. എന്താ കാരണം? ഇവർ ഊരാണ്. ആ രംഗം ഓരോരുത്തരും അനുഭവിക്കുന്നപ്പം അല്ല പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും ആസ്വദിച്ചേ പോകാൻ പറ്റൂ. അത് ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ വല്ലാത്തൊരു പരീക്ഷയാണത്. ആ പരീക്ഷയിൽ വിജയിക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റെല്ലാ പരീക്ഷയിലും തോറ്റാലൊന്നും വരാൻ പോകുന്നില്ല. ഈ പരീക്ഷ തോറ്റാലുണ്ടല്ലോ കത്തിയാളുന്ന നരകത്തിലേക്കാണ് കേട്ടോ ആ യാത്ര. അപ്പം വീട്ടിലുള്ളവർ കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കരയണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കരയേണ്ടി വരും പോണ ആള്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജീവിതകാലത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് സുമസ്തക്കാമും പരീക്ഷണങ്ങൾ നിറയെ ഉണ്ടാവും. അപ്പൊക്കെ പിടിച്ചു നിൽക്കണം. നമ്മുടെ ഭാര്യയിലൂടെ പരീക്ഷണം ഉണ്ടാവാം, ഭർത്താവിലൂടെ പരീക്ഷണം ഉണ്ടാവാം, മക്കളിലൂടെ പരീക്ഷണം ഉണ്ടാവാം, സമ്പത്ത് കൊണ്ട് പരീക്ഷണം ഉണ്ടാവാം, സ്വന്തം ശരീരം കൊണ്ട് പരീക്ഷണം ഉണ്ടാവാം, നിരവധി രോഗങ്ങൾ വേട്ടയാടുന്നുണ്ടാവാം. ഒരു രംഗത്തും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈമാൻ തകർന്നു പോകും. ചില കൂട്ടുകാർ വന്നിട്ട് പറയും, ഇന്ന ജാറത്തിലേക്ക് ഇന്ന് നീർച്ചാക്കിയാൽ നിന്റെ രോഗം സുഖപ്പെടാൻ സാധ്യതയുണ്ട്. പോയി, ഈമാൻ പോയി, അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോഴോ എന്ത് വന്ന്? ഈമാൻ പോയില്ലേ, ശിർക്ക് വന്നില്ലേ? അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലേ? ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, ഒയ്താ മരിൽ തുഫഹു യഷ്ഫീൻ, ഞാൻ രോഗിയാൽ എനിക്ക് രോഗം സുഖപ്പെടുത്തുന്നത് എൻ്റെ റബ്ബാണ്, അള്ളാഹുവാണ്. അപ്പൊ ആ വിശ്വാസമാണ് ഈമാൻ. അത് തകർന്നു. എപ്പോൾ? ഇന്ന ആളുടെ അല്ലെ ഇന്ന ഉറുക്ക് കിട്ടിയാൽ, ഇന്ന നൂല് കിട്ടിയാൽ നിന്റെ ക്യാൻസർ രോഗം പോവും എന്നൊരാൾ പറഞ്ഞു. അതനുസരിച്ച് നൂല് കിട്ടി, ഉറുക്ക് കിട്ടി. ഉറുക്ക് നൂലൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? വിശുദ്ധ ഖുർആൻ തകിടിലോ കടലാസിലോ എഴുതിയിട്ട് ചുരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന, എന്നിട്ട് അത് നൂൽമ കെട്ടിയിട്ട് അരയിലോ കൈമലോ കഴുത്തിലോ കെട്ടി നടക്കും. ഇതിനാണ് നമ്മളെന്ന് പറയുക ഉറുക്ക്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്ന റുക്കാവ തമായിമ തിവലത്തെ ശിർക്കുൻ ഉണ്ടോ? ഉറുക്ക് മന്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ മന്ത്രങ്ങൾ, പ്രാർത്ഥന, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. ഏത് മന്ത്രമാണ് ഇസ്ലാം അനുവദിച്ചത്? ഇപ്പൊ നമ്മൾ കിടക്കുമ്പോൾ ഒരു മന്ത്രമില്ലേ, ബിസ്മിക റബ്ബി വലയത്തു ജംബി ഒബിക റുഫഹു, ഇതൊക്കെ പതുക്കെ പറയാൻ. മന്ത്രം എന്നാണെന്താ? പതുക്കെ പറയാനാ.
അതായത് നിങ്ങളും റബ്ബുമായിട്ട്. അപ്പം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മന്ത്രമുണ്ട്. അല്ലാണ്ട് മന്ത്രം എന്ന് പറഞ്ഞത് നമുക്കറിയാത്ത ഭാഷയിൽ ആരോടൊക്കെ എന്തൊക്കെയോ പറയുന്ന തരികിട നമ്പറിന്റെ പേരാണ് ഇന്നിപ്പം മന്ത്രം എന്ന് പറഞ്ഞത്. പക്ഷെ ഇസ്ലാമിൽ മന്ത്രമുണ്ട്. പക്ഷെ അത് ഇസ്ലാം അനുവദിച്ചതാണ്. അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. രഹസ്യമായ പ്രാർത്ഥനകൾക്കാണ് മന്ത്രം എന്ന് പറയുന്നത്. അത് റസൂൽ നടത്തിയിട്ടുണ്ട്, സഹാബത്ത് നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗശയ്യയിൽ അവസാന നിമിഷം സ്വന്തമായി മന്ത്രം ഉച്ചരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മന്ത്രിക്കുകയും ഊതുകയും ആ ശരീരം മുഴുവനും നബീന്റെ തൃക്കൈ കൊണ്ടു തടവിയിട്ടുമുണ്ട്. അപ്പോഴൊക്കെ റസൂൽ പ്രാർത്ഥിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. മരണത്തിന്റെ ഉഗ്രമായ വേദന കടിച്ചമർത്തുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച, പടച്ചോനെ പുറത്തുകൊണ്ട, പടച്ചോനെ എന്നോട് നീ കരുണ കാണിക്കണം, വാൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതനായ സുഹൃത്തുക്കളിലേക്ക് നീ എന്നെ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂഹിനെ കൊണ്ടുപോകണം. പ്രാർത്ഥിക്കുകയാണ്. മരണവേള വല്ലാത്തൊരു വേളയാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വൽ തഫത്തി സാഖു ബിസാഖ് കല്ലാ ഇദാ ബലഗത്തി തറാഖിയ. ഒരു മനുഷ്യന്റെ റൂഹ് അന്നനാളത്തിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് വൽ തഫത്തി സാഖു ബിസാഖ്, കാലും കാലും തമ്മിൽ പിണക്കും. കാലിന്റെ ചെറുവിരലിലൂടെയാണ് ഈ റൂഹ് അവസാനമായി പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കാലും കാലും തമ്മിലാ പിണക്കുക. അങ്ങനെ പിണക്കും വേദന്റെ കടുപ്പം കൊണ്ട്. വൽ തഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമൈനിൽ മസാഖ്. അവസാനത്തെ റബ്ബിലേക്കുള്ള യാത്രയാണ്, ആ ഒരുക്കാണത്. അത് ലഘൂകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതവേളയിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മളെ പിടിച്ചു കുലുക്കുമ്പോൾ എന്തു ചെയ്യണം? ഇസ്തഖാമു. അങ്ങനെ ചെയ്താൽ തത്തനസ്സലു അലൈഹിമുൽ മലായിക്കത്ത്, അല്ലാഹുവിന്റെ മലക്കുകൾ വാനമിറങ്ങുകയും മരിക്കുന്ന വ്യക്തിയുടെ തലക്ക് ഭാഗത്ത് വന്നിരിക്കും. അങ്ങനെ തലക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് അവരെന്താ പറയുന്നത് അറിയോ? ആ മലക്കുകൾ, അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരു പേടിയും പേടിക്കണ്ട, പോകുന്ന ലോകത്തെക്കുറിച്ച് പേടിക്കണ്ട. ഇതാര് പറയും? വാനമിറങ്ങുന്ന മലക്കുകൾ. ആരോട് പറയും? മരിക്കുന്ന വ്യക്തിയോട്. അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ട. എന്താ ദുഃഖിക്കാണ്ടായത്? ഇവിടെ വിട്ടേച്ചു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കളെ കെട്ടിച്ചില്ല, വീട് പൂർത്തിയായില്ല, ഭാര്യയ്ക്ക് രോഗമാണ്, അവൾ ആര് നോക്കും? ഇത്തരം പ്രശ്നങ്ങളിലൊന്നും നിനക്ക് ദുഃഖം വേണ്ട, എല്ലാം റബ്ബ് ഏറ്റെടുത്തു. ഇത് ആരോട് പറയുന്നുണ്ട്? ഈ മരിക്കുന്ന വ്യക്തിനോട്. സമാധാനമായി വെച്ചൂടെ? അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ടോ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോന്നോളൂ എൻ്റെ കൂടെ. ആരോട് പറയാ? റൂഹിനോട്. ആ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നല്ലേ. ഇത് മലക്കുകൾ മാത്രമല്ല, ആ വേളയിൽ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ അള്ളാഹു ഇടപെടും. അല്ലേ? ഒരാൾ മരിക്കുമ്പം അവസാന വേളയിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്. മലക്കുകൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അള്ളാഹു നേരിട്ട് വിളിക്കും. ആരെ? ഈമാനോടും അമലുസാലിഹാത്തോടും കൂടി ജീവിച്ച നല്ല മനുഷ്യന്മാർ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും മാറോട് ചേർത്ത് ജീവിച്ച, പിശാചിനെ പരമാവധി അകറ്റി ജീവിച്ച. പൂർണ്ണമായും അകറ്റാൻ ആരെക്കൊണ്ടുമാവില്ല. എന്നാൽ പരമാവധി പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിവാവുകയും ദുനിയാവിന്റെ വഞ്ചിക്കപ്പെടുന്ന ഈ ലോകത്ത് നിന്ന് വഞ്ചനയിൽ പെടാതെ ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ മരിക്കുമ്പോൾ അള്ളാഹു ഇടപെടും. ഈ അവസാന നിമിഷം എന്താ അള്ളാഹ് ഇടപെട്ട് പറയുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ശാന്തി പ്രാപിച്ച ആത്മാവേ. എന്താ അതിന്റെ അർത്ഥം? പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒരുപാട് അനുഭവിച്ചപ്പോഴും അശാന്തമായ ജീവിതം നയിക്കാതെ ശാന്തിയോടുകൂടി ജീവിച്ച മനുഷ്യ, അള്ളാന്റെ വിളിയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി, മടങ്ങിക്കോളി, എന്റെ അടുത്തേക്ക് വരാ, ടൈമായി, ഇനി മടക്കണ്ട, ഭൂമിയിൽ നിന്റെ ടൈം കഴിഞ്ഞു. ഇർജി ഇലാ റബ്ബിക്, റബ്ബിലേക്ക് മടങ്ങാം. എങ്ങനെ മടങ്ങാം? റാലിയത്തൻ മർലിയ, അള്ളാഹു തൃപ്തിപ്പെട്ടും അള്ളാഹു നിനക്ക് തരുന്ന സ്വർഗം നീ തൃപ്തിപ്പെട്ടുകൊണ്ടും മടങ്ങിക്കോളൂ. ഇത് അവസാനത്തെ അള്ളാഹുവിന്റെ അഭിവാദ്യവാക്യമാണ് മയ്യത്തിനോടുള്ള. ആ അഭിവാദ്യവാക്യം കേട്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ എല്ലാം കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള പരമാവധിയുള്ള ശ്രമം, അതുപോലെ അമൽ സാലിഹാത്തുകളും പരമാവധി ചെയ്യുക. അതുപോലെ ഈമാനിനെ തകരുന്ന ചില പ്രവർത്തനങ്ങൾ ചില വ്യക്തികളിൽ ഉണ്ടാവാറുണ്ട്.
നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മിദ്ഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തി സദാസമയവും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും മുന്നിലുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു യുദ്ധം വന്നത്. ആ യുദ്ധം വന്നപ്പോൾ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. മുസ്ലിങ്ങൾ വിജയിച്ചാൽ ശത്രുക്കൾ വിട്ടേച്ചു പോകുന്ന ഒരുപാട് സ്വത്തുണ്ടാവും. ഈ സ്വത്തിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സഹാബത്ത് പോലും ഏറ്റവും മുൻപന്തിയിൽ ഈമാനും അമലുസാലിയാത്തുമുള്ള വ്യക്തിയെന്ന് മഷൂറായ പ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് ഈ മിദ്ഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വന്നു ഒരു തെറ്റ്. അത് വല്ലാത്ത തെറ്റായിപ്പോയി. എന്താ, ഈ ഗനീമത്ത് മുതലിൽ നിന്ന് അദ്ദേഹം ഒരു പുതപ്പ്, നല്ലൊരു കമ്പിളി പുതപ്പുണ്ടായിരുന്നു, ശത്രുക്കൾ വിട്ടേച്ചു പോയത്. അതാണ് അദ്ദേഹം എടുത്തത്. ആരും അറിയാതെ എടുത്തതാണ്. അപ്പോൾ ആ സാധനം അവരെടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം ഈ യുദ്ധത്തിൽ ഇങ്ങനെ ശത്രുക്കൾ അമ്പ് ചെയ്യുകയാണല്ലോ. നബിൻ്റെ കാലത്ത് അമ്പ് ചെയ്യുക, അന്ന് വെടിവെക്കുമ്പോഴല്ല, മിസൈലുകൾ പതിക്കുന്നില്ല, അമ്പ് വന്ന് തറക്കുക. അമ്പ് വന്ന് തറച്ചിട്ട് ഇങ്ങനെ പെടഞ്ഞ് രക്തത്തിൽ കിടന്ന് പെടയുകയാണ് മിദ്ഹം. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബി. ആരും പറയും സ്വർഗത്തിലേക്കുള്ള അന്തിമ യാത്രയാണ്, ഷഹീദാവുകയാണല്ലോ എന്ന നിലയ്ക്ക് സഹാബത്തെല്ലാം ഇദ്ദേഹം കിടന്ന് പടയുമ്പോൾ തൂബ തൂബ എന്ന് പറഞ്ഞ് കരയുകയാണ്. സ്വർഗത്തിലേക്ക് സ്വാഗതം, മംഗളം ഓതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവികാരനായി നിൽക്കുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ നടന്ന, നിങ്ങൾക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്ത, സേവനം ചെയ്ത മിദ്ഹമിന്റെ അന്തിമ യാത്രയിൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളൊരു ആശംസ പോലും പറയാത്തത് അവന്? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ശംലത്തല്ലത്തി അഖദഹ ഖബ്ലൽ ഖിസ്ം ലതസ്തൈലു അലൈഹി നാറ. അയാൾ ഗനീമത്ത് മുതൽ വീതം വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുതപ്പ് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ലതസ്തൈലു അലൈഹി നാറ, നരകത്തിൽ കത്തിയാളും. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് മംഗളമോതാൻ എനിക്കാവില്ല. നിങ്ങൾക്ക് വഹി ലഭിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും കാലം ഈമാൻ കാത്തു സൂക്ഷിച്ച വ്യക്തി അവസാന നിമിഷം പൊളിച്ചു. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ കണ്ടില്ലേ? നല്ലോണം പള്ളിയും ദീനൊക്കെ നടക്കുന്ന ചില ആൾക്കാർ മരണത്തിൻ്റെ അവസാന വേള വരെ അങ്ങനെ പോയിട്ട്, ചില ആൾക്കാർ കാണാൻ മരിക്കുന്നതിൻ്റെ 1-2 കൊല്ലം മുമ്പ് കള്ളുഷാപ്പിൽ 24 മണിക്കൂറും കള്ളുഷാപ്പിൽ, നോമ്പിന് പോലും കള്ളും കുടിച്ച് നടക്കുക. എന്നിട്ട് ആരെങ്കിലും അല്ല നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് വെച്ചാലോ? അതൊന്നും നോക്കണ്ട, അതൊക്കെ അള്ളാഹുടെ തീരുമാനമാണ്. ലൗ ഹദാനല്ല, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയത് എനിക്ക് തരൂലായിരുന്നു, അതുകൊണ്ടാണ് കിട്ടാത്തത്. അള്ളാഹ്ക്ക് കുറ്റം. തമ്മാടുത്തതിൽ പോയതും പോരാ, അള്ളാഹ്ക്ക് കുറ്റവും പറയും കേട്ടോ. ഇതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാവരും തൂബ തൂബ, സ്വർഗത്തിലേക്ക് മംഗളം മംഗളം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, ഇദ്ഹബ് ഫിന്നാസ്, ജനങ്ങളിലേക്ക് പുറപ്പോവുക, വനാദി, വിളിച്ചു പറയുക, അന്നഹു ലാ യദ്ഖുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ, വിശ്വാസത്തിൽ കളങ്കം പറ്റിയ മോഷണം ചെയ്യുന്ന ആളുകൾ മുഅ്മിനല്ല. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാനൊക്കെ വരുന്നുണ്ടാവും, പല ആളുടെയും മുതലും കാര്യമൊക്കെ നോക്കുന്നവരായിരിക്കും. ചിലവർ നിസ്കരിക്കാൻ വരുമ്പോൾ പൈസ കട്ടിട്ട് കീശയിലിടും, എന്നിട്ട് പള്ളിയിൽ വരും അല്ലേ? പൈസ കക്കാം, സാധനങ്ങൾ കക്കാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരറിയില്ല ഇതിന്റെ ഗൗരവം. ആകെ കിട്ടിയതൊരു പുതപ്പാണ്, പോയതോ സ്വർഗ. ഇതുപോലെ എത്ര ആളുകളുണ്ടല്ലോ. അപ്പൊ അതോട് മൂമിനായ മനുഷ്യൻ മോഷ്ടിക്കൂല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. എത്ര പട്ടിണി കിടന്നാലും മോഷ്ടിക്കൂല. അവനാ മുഅ്മിൻ, അവനാണ് മുസ്ലിം. മനസ്സിലായോ? ചെറിയ പണിയൊന്നല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി വിളിച്ചു പറയാൻ പറഞ്ഞു. ആരോട്? ഉമറുല്ലാഹിനോട്. എന്താ വിളിച്ചു പറയേണ്ടത്? മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ഈ യുദ്ധവേള വിളിച്ചു പറയുന്നതേ. കാരണം എല്ലാവരും വിചാരിക്കും നമ്മളൊക്കെ സ്വർഗത്തിൽ കയറുന്നു, കാരണം യുദ്ധത്തിലാണ് പങ്കെടുത്ത്. അതുകൊണ്ട് റസൂലുള്ളാഹി ഇസ്ലാമിന്റെ പൊതു തത്വം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫഖറജ്തു, ഉമറുല്ലാഹിന് പറയാം, ഞാൻ പുറപ്പെട്ടു. ഫനാദൈതു, ഞാൻ വിളിച്ചു പറഞ്ഞു, അലാ, അറിയണം കൂട്ടുകാരെ, ഇന്നഹു ലാ യദ്ഖുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ സ്വർഗത്തിൽ കയറില്ല കേട്ടോ. നിങ്ങൾ തൂബ ഇലൽ ജന്ന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മംഗള മോദിയുണ്ടോന്ന് സ്വർഗത്തിൽ കയറൂല. അതുകൊണ്ട് വിശ്വാസം വേണം, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതിനാണ് എന്ത് പറഞ്ഞത്? തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരു ദുഃഖവും വേണ്ട, ഒരു പേടിയും വേണ്ട. ഇവിടെ വിട്ടേച്ചു പോകുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹു ഇടപെടും.
നിങ്ങൾ പോകുന്ന ലോകത്തോ ഒരു അസമാധാനക്കുറവും അള്ളാഹു നൽകില്ല. ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി കേട്ടുള്ളൂ. വല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ ലനുകഫിറ അൻഹും സയ്യിആതിഹിം, അവരിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ കളവെന്തല്ല, പുറത്തു കൊടുക്കുന്ന കുറ്റമല്ല. മോഷണം, നമുക്ക് മോഷണമൊന്നും അത്ര വലിയ കുറ്റാവില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ബാപ്പന്റെ പൈസ കെട്ടാ പഠിച്ച്. മിക്കവാറും കുട്ടികളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പം ബാപ്പ കൊടുത്ത പൈസന്റെ പുറമെ പൈസ കക്കും. പക്ഷെ അന്നത്തെ കാലത്ത് അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. കാരണം എന്താ, അവർക്ക് പ്രായപൂർത്തി എത്തിയില്ല. പക്ഷെ അത് തന്നെ വലുതാവുമ്പോൾ തുടരുന്നവരുണ്ട് അല്ലേ. പിന്നെ അതിന് ശേഷം എവിടെയെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാക്ടറിയിലോ എവിടെയും തൊഴിൽ രംഗത്തോ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കക്കാനുള്ള വല്ല വൈകിയുണ്ടോ നോക്കും. എന്നിട്ട് പിന്നെ 5 നേരം ബാങ്ക് കൊടുത്താൽ 5 നേരവും പള്ളിയിലേക്കും പോകും. അങ്ങനെ ഇപ്പം ചെയ്തോൽ ഈ ഇരിക്കുന്നതിൽ ഉണ്ടാവും. ചിലപ്പോൾ ഞാനായിരിക്കും പള്ളിയിൽ നിന്ന് മുസീഫ് വെക്കാൻ ഒന്നുണ്ടാക്കണമെന്ന് ചോദിച്ചോലുണ്ട്. വേറെ പള്ളിക്ക് കൊടുക്കാനേ കുറേ മുസീഫ് ഉണ്ട് ആ പള്ളിയിൽ. അതുകൊണ്ട് കുറച്ച് മുസീഫ് ഒന്ന് കക്കണമെന്നുണ്ട്. അതിന് മൗലവി ഒന്നുണ്ടാക്കണമെന്ന് കക്കാനേ. മുസീഫ് വെക്കാൻ ഒന്നുണ്ടാക്കണം, മുസീഫ് തൊടാൻ ഒന്നുണ്ടാക്കേണ്ട ചോദിക്കലുണ്ടല്ലോ. അതേമാതിരി മുസീഫ് ജീവിതത്തിൽ പാർത്തുണ്ട്. ഇങ്ങ് തൊടലും അത് കട്ടുകൊണ്ടോലുമല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തനം സൽക്കർമ്മം ചെയ്യാന്നാ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് മുസീഫ് കട്ടുകൊണ്ടോ. പിന്നെ ചിലവർ നിസ്കരിക്കാൻ കയറും, ബാഗൊക്കെ ആയിട്ടാ കയറുക. എന്നിട്ട് ഇവിടുന്ന് വല്ല മൈക്കോ എന്തെങ്കിലുമൊക്കെ എടുത്താണ്ട് പോകും. ഓൻ അറിയില്ല എൻ്റെ ഈമാനും പോയി, എൻ്റെ സ്വർഗവും പോയി, ഞാൻ നരകത്തിലേക്കായി. നബിന്റെ കൂടെ 24 മണിക്കൂറും യുദ്ധത്തിലും എല്ലാ ഹിദ്മത്തും ചെയ്ത മിദ്ഗമിന്റെ ജീവിതമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പം നിങ്ങളൊക്കെ വന്നുപോയി, മോഷണം നടത്തി, സംഭവിച്ചു പോയി, അതിനും ഇസ്ലാമിൽ പോകാൻ വഴിയുണ്ട് അല്ലേ. ഇസ്തിഗ്ഫാർ ചെയ്യും അല്ലേ, തൗബ ചെയ്യും. അള്ളാഹുവേ വന്നു പോയിട്ടുണ്ട്, എന്നെ നീ മരിക്കും മുമ്പ്, മരിക്കുന്നത് എപ്പോഴറിയില്ലോ, മരിക്കും മുമ്പ് പടച്ചോനെ എൻ്റെ തൗബ സ്വീകരിക്കണം, എൻ്റെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണം, അള്ളാഹുവേ ഇതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മരണം വരെ. അപ്പം അള്ളാഹു അത് സ്വീകരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഖുർആൻ പറയുന്നു ലനുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ തിന്മകളെല്ലാം അള്ളാഹു അവർക്ക് പുറത്ത് മാപ്പായി കൊടുക്കും. ആർക്ക്? ഈമാനും അമൽ സാലിഹാത്തുള്ള ആളുകളിൽ നിന്ന് വരുന്ന ചെറിയ തെറ്റുകൾ അത് അള്ളാഹു പൊറുക്കും. വല നജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന് ഒരുപാട് പ്രതിഫലം കൊടുക്കും, അതായത് സ്വർഗം. അവർ കുറച്ച് ചെയ്താൽ, ഈമാനും അമൽ സാലിഹാത്തുള്ള ആളുകൾ കുറച്ച് ചെയ്താൽ കൂടുതൽ പ്രതിഫലം കൊടുക്കുക. പിന്നെ വല്ലദീന, അത് സൂറത്തുൽ അങ്കബൂത്തിൽ വീണ്ടും തുടരുന്നത് പറയാം, വല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത് ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ, ഈമാനും സൽക്കർമ്മവുമായി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ, സാലിഹീങ്ങളായ അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും ഔലിയാക്കന്മാരും മുഅ്മിനുകളുമായ ആളുകൾ പ്രവേശിച്ച സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കും. ഇതൊക്കെ ഖുർആൻ അങ്ങനെ തീർത്ത് പറയാം. അപ്പൊ ചെറിയ കാര്യമല്ല എന്ത്, മരണത്തിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ യാത്രക്ക് മുമ്പ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ നമുക്കറിയാലോ, നബി സ്വർഗവും നരകവും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വർഗം കണ്ട യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്താ? ഒരു സൽക്കർമ്മം, ഞാൻ എന്താണ് ഈ സൽക്കർമ്മം എന്ന് കേൾക്കുമ്പോൾ എന്താണെന്നൊരു ഉദാഹരണം കേൾക്കണല്ലോ, കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ലഖദ് റഅയ്തു റജുലൻ, ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, യതഖല്ലബു ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതാ ഞാൻ കണ്ടത്. സ്വർഗത്തിൽ ഒരാൾ ചുറ്റിക്കറങ്ങുന്നത്, ഇങ്ങനെ ചുറ്റി നടക്കുക, മാളിലൊക്കെ അങ്ങനെ ചുറ്റി നടക്കണമില്ലേ, അതേമാതിരി സ്വർഗത്തിൽ ചുറ്റി നടക്കുന്ന ഒരാളെ കണ്ടു. അപ്പം എന്താ കാരണം? ഷജറത്തൻ, ഒരു മരമാണ് കാരണം. ഒരൊറ്റ മരം കാരണത്താലാണ് അദ്ദേഹം സ്വർഗത്ത് കടന്നത്. വെറും മരം ഇതാക്കിയല്ല കേട്ടോ, അയാൾക്ക് ഈമാനുണ്ട്, അതോടൊപ്പം അയാൾ അമൽ സാലിഹാത്തിന്റെ ഭാഗമാണ് പറയുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ആ മരം ഖതാഹ മിൻ ലഹരി തരീഖ്, വഴിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മരമായതുകൊണ്ട് ആ മരം അദ്ദേഹം മുറിച്ചു. എന്താ കാരണം? കാനത്ത് യൂദിന്നാസ്, ആ മരം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മരം മുറിച്ചു കളഞ്ഞു. ആ മരം കാരണത്താൽ അദ്ദേഹത്തിന് സ്വർഗം കിട്ടി. ആലോചിച്ചു നോക്കുന്നത്. ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിധി പറയുക പല വിഷയങ്ങളിലും. ഇപ്പം പരസ്പരമുള്ള ആളുകൾക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിലൊക്കെ വിധി പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ.
അതിൽ സ്വർഗം കിട്ടുന്നവരുണ്ട്, നരകം കിട്ടുന്നവരുണ്ട്. വിധി പറയുന്നവർ ഒരു ടീം സ്വർഗം കിട്ടുന്നവരാണ്, വിധി പറയുന്നവർ. ഇപ്പം കൂട്ടുകാർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സ്വത്ത് തർക്കം ഉണ്ടായാൽ അതിന് വിധി പറയുമ്പോൾ വിധി പറഞ്ഞവനക്ക് സ്വർഗേ. അപ്പം നമുക്ക് നോക്കാം, റസൂൽ പറയണം അൽ ഖുലാത്തു സലാസ, വിധി പറയുന്നവർ 3 വിഭാഗമാണ്. വാഹിദുൻ ഫിൽ ജന്ന, അതിലൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലാണ്. ഓ ഇസ്നാനി ഫിന്നാർ, 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്. 3 വിഭാഗമാണ് വിധി പറയുന്നത്. ഒരു വിഭാഗം സ്വർഗത്തിലെത്തും വിധി പറഞ്ഞാൽ, മറ്റ് 2 വിഭാഗമോ അവർ നരകത്തിലെത്തും. അതാരാ? ഫഅമ്മല്ലദീന ഫിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം, ഫറജുലുൻ അറഫൽ ഹഖ്, ഒരു വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ ഹക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ട് ഫഖലാബിഹി, ആ ബോധ്യപ്പെട്ട മനസ്സിലാക്കിയ പഠിച്ച് മനസ്സിലാക്കിയ പ്രകാരം വിധിച്ചു, അയാൾ സ്വർഗത്തിലാണ്. അങ്ങനെ 2 ആൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം എൻ്റെ കൂടെയുള്ള പക്ഷപാതിത്വമൊന്നുമില്ല, എൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ കുടുംബമാണ്, അതൊന്നുമില്ല. അയാൾ എന്താ ചെയ്തത്? അയാൾ ചെയ്തത് അറഫൽ ഹക്ക്, സത്യം അയാൾക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കുടുംബക്കാരനാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണ് എന്നാണ് ബോധ്യപ്പെട്ടെങ്കിൽ ഫഖലാബിഹി, അതനുസരിച്ച് അയാൾ എന്ത് ചെയ്തു? വിധിച്ചു. അങ്ങനെ വന്നാൽ അയാൾ സ്വർഗത്തിൽ കയറും. അപ്പോൾ ഒരു വിധി പറയുക എങ്ങനെ? അതൊന്നും ഈമാനില്ലാത്തവർക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ഈമാനില്ലാത്തവർക്ക് പേടിയാവും. ഇനിയിപ്പോൾ എൻ്റെ ഏട്ടൻ ഞാൻ തമ്മിലുള്ള ബന്ധം പോവും. അതുകൊണ്ട് ചിലരുടെ അറിയോ, ഞാൻ ആ വിഷയത്തിൽ ഇടപെടാനില്ല, കാരണം അബ്ബാത്തുള്ള എൻ്റെ ഏട്ടനാണ്, അതുകൊണ്ട് ഞാൻ വിധി പറയാനുമില്ല, പഞ്ചായത്ത് പറയാനൊന്നും ഞാനില്ല. അതല്ല നമ്മൾ ഒയ്യൽ അല്ലേ? അത് നല്ലതാണോ? അല്ല. ഇനി 2ാമത്തെ വിഭാഗം, റജുലിൻ, നരകത്തിൽ പോണ മറ്റേ ആൾ അറഫൽ ഹക്ക്, സത്യം അയാൾക്ക് ബോധ്യായി, ഇന്നതാണ് സത്യം. ഫജാറ ഫിൽ ഹഖ് ഫഹുവ ഫിന്നാർ, അദ്ദേഹം എന്ത് ചെയ്തു? സത്യം മനസ്സിലാക്കിയിട്ടും പക്ഷപാതിത്വപരമായി വിധി പറഞ്ഞു, അയാളും നരകത്തിൽ പോകും. ഫഹുവ ഫിന്നാർ, നരകത്തിലാണ്. അങ്ങനെ സത്യക്കാരി അയാളുടല്ല ഈ സ്ഥലം, അല്ലെങ്കിൽ ഈ പ്രശ്നം, അല്ലെങ്കിൽ ഈ കാര്യം അയാളുടല്ല, മറ്റൊരാളുടെ. പക്ഷെ നമ്മൾ പറയുന്ന ആൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ടിന് അനുകൂലമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുക. ഇപ്പോൾ ഒരു വണ്ടി എത്തിയ കണ്ണുകൾ, നിങ്ങളെ കുറേ ഓട്ടോ ഡ്രൈവർമാർ കണ്ണുകൾ, ഓട്ടോ ഡ്രൈവർമാർ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവൻ തട്ടിക്കും, സ്കൂട്ടറുകാരൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം കൂടിയും പൊതിയും, കാക്കിക്കുപ്പായക്കാർ മുഴുവൻ അല്ലേ കണ്ണുകൾ. പക്ഷെ അതിൽ മുസ്ലിം ഉണ്ടോ നോക്കണം. ഓട്ടോ ഡ്രൈവർ എന്താ പറയുക? ഓ എൻ്റെ ജാതിയാണ്, എൻ്റെ ഓട്ടോ ഡ്രൈവർ, എൻ്റെ ടീമാണ്, എൻ്റെ യൂണിയനിലുള്ള ആളാണ്, അതുകൊണ്ട് ഓനക്ക് തെറ്റ് വരൂല, ഈ നരകത്തിലായി, എൻ്റെ പണി കഴിഞ്ഞില്ലേ. അപ്പം എന്താ വേണ്ടത്? അവിടെ എന്താണ് ഹക്ക്, അതാണ് ചെയ്യേണ്ടത് അല്ലേ? ഇനിയിപ്പം വണ്ടി തട്ടി അതിലൊരു പെണ്ണുണ്ട്, നിങ്ങളാരെ കൂടെ നിൽക്കും? നിങ്ങളാരെ കൂടെ നിൽക്കും? നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നിങ്ങൾ ഒരു പെണ്ണിനാണ് തട്ടിയത്, നമ്മൾ മറ്റോൻ അടിച്ച് പൂസാക്കും, എന്നിട്ട് കൊടുക്കട അവൻ്റെ വണ്ടിൻ്റെ പൈസ. നേരെ മറിച്ച് അത് പെണ്ണ് അങ്ങോട്ട് അടിച്ചാൽ നമ്മളുടെ പെണ്ണിൻ്റെ ഭാഗത്ത് നമ്മളുണ്ടാവുള്ളൂ. എന്താ കാരണം? നിങ്ങൾ വിചാരം ആ പെണ്ണ് നിങ്ങളെ കൂടെ കൂടുന്ന പെണ്ണുണ്ടായാണ്ടല്ലേ ലോകം നശിച്ചു പോകും. അറിയങ്ങൾ ഇപ്പം കണ്ട ഒരു സിനിമാ ലോകം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ഇത്തക്കു ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ, ഒത്തക്കു നിസാ, പെണ്ണുങ്ങളിൽ സൂക്ഷിച്ചോട്ടോ, നരകം വിലക്ക് വാങ്ങിത്തരും. കെട്ടിയ പെണ്ണായാലും അല്ലാത്തവരായാലും. കാരണം നമ്മളെപ്പോഴും ചായും. ഇപ്പം നിങ്ങളെ ഭാര്യയും നിങ്ങളെ അമ്മയും കൂടി ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളെങ്ങനെയാ വിധി പറയുക? നിങ്ങളെങ്ങനെ വിധി പറയുക ഒരു വിഷയത്തിൽ? നിങ്ങളെ പെണ്ണുങ്ങൾ പറയും നിങ്ങളോട് എന്ത്? നിങ്ങളെ അമ്മൻ്റെ തൊള്ളുണ്ടല്ലോ വല്ലാത്ത, നിങ്ങൾ വൈകുന്നേരം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, അപ്പം നിങ്ങൾക്ക് ചൂടാവും അല്ലേ? മറുഭാഗം എന്താ ഉണ്ടായതെന്ന് ചോദിക്കും കൂടില്ല. എന്താ തള്ളേ നിങ്ങൾക്ക് ഇവിടെ, എന്തിൻ്റെ കുറവാ നിങ്ങൾക്ക് ഇവിടെ? ചാടി കളിക്കും. ആ മനസ്സിൻ്റെ വേദന നമ്മൾ ഓർക്കാറില്ല. നരകുറപ്പായി. ഇനി വേറൊന്നും വേണ്ട. നിങ്ങൾ ഇന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തിനാ പള്ളിയിൽ പോണ്? അനക്കെന്ത് ബാങ്ക്, അനക്കെന്താ അല്ല, അനക്കെന്ത് ദീന്? അവിടെയാണ് വിഷയം. അപ്പം ഭാര്യ തെറ്റ് ചെയ്താൽ ഉമ്മനെ കുറ്റം പറയും, ഇനി ഉമ്മ തെറ്റ് ചെയ്താലോ ഭാര്യനെ കുറ്റം പറയും. രണ്ടായാലും പാടില്ല. എന്താണോ അറഫൽ ഹക്ക്, സത്യത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വിധി പറയാവും കേട്ടോ. സ്വർഗം എന്നറിഞ്ഞിട്ടുള്ള പ്രശ്നം അത്. നമ്മൾ പുരേ കുത്തുന്ന വർത്താനം പറയുമ്പോഴേ നമ്മളെന്താ പറയുക, രജ്ജ എനിക്കൊന്ന് അടങ്ങിക്കൂടെ, അല്ലെ ഉമ്മനോട് നിങ്ങൾക്കൊന്ന് അടങ്ങിക്കൂടെ, നിങ്ങൾ ഇത്രയും വയസ്സായില്ലേ, നിങ്ങളെല്ലാ സുഖം അനുഭവിച്ചില്ലേ, ഇനി ബലം അനുഭവിക്കട്ടെ. അതൊന്നും വിധിയല്ല, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. ഒരു നിലക്കും ഇത് അഹക്കംത്തും ഫഹക്കും മുബിൽ അതിൽ നീതിപൂർവം അല്ലേ പറയണം. അങ്ങനെ അവർക്ക് സ്വർഗം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് റജുൽ അറഫൽ ഹക്ക്, സത്യം ബോധ്യപ്പെട്ടു, എന്നിട്ട് ഫജാറ ഫിൽ ഹുക്കുമി, അദ്ദേഹം പക്ഷപാതിത്വത്തോട് വിധി പറഞ്ഞു, ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. ഇനി മറ്റേ ആള്
രണ്ടാൾ നരകത്തിലുണ്ടല്ലോ. റജുലുൻ വേറൊരു മനുഷ്യൻ ഖലാലിന്നാസ് അദ്ദേഹം മനുഷ്യർക്ക് വിധി പറഞ്ഞു അലാ ജഹ്ലിൻ ഒന്നും പഠിക്കാതെ എന്താണെന്ന് പഠിക്കാതെ വിവരക്കുറവോട് കൂടിയിട്ട് വിധി പറഞ്ഞു ഫഹുവ ഫിന്നാർ അവന് നരകത്തിലാണ്. ചിലരുണ്ടല്ലേ നിങ്ങൾ കച്ചറൊക്കെ നടക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ട് വന്ന് നടന്നാൽ തന്നെ ഇടപെടും. എന്താ അവിടെ നടന്നെന്നും കൂടി അവനറിയില്ല. മൂപ്പരൊക്കെ പത്തുവേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണോല. അപ്പം നരകവും തൊട്ടടുത്തുണ്ട്, സ്വർഗവും തൊട്ടടുത്തുണ്ട്. നമുക്ക് സ്വർഗത്തിലേറണം അല്ലേ? മരണം പുൽകുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ കയറിപ്പറ്റാൻ കഴിയുന്ന വിധം മരണത്തോടടുക്കുമ്പോൾ ആ നിലക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ നൽകിയത്. ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തി രഹസ്യ പരസ്യ ശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഗൗരവപുരസ്സരം ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മരണം പുലുകുന്നത് ഏറ്റവും നല്ല മരണമാകാൻ ശ്രദ്ധിക്കുക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള മരണം. അത് വല്ലാത്ത അനുഗ്രഹം. റസൂലുള്ള പറയാണ്, മൻ സാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഫർലായ നോമ്പാവട്ടെ അല്ലെങ്കിൽ സുന്നത്തായ നോമ്പ് ആവട്ടെ, അത് അനുഷ്ഠിച്ച സമയത്ത് ഖുതിമ ലഹു ബിഹ, ആ നോമ്പോടുകൂടി അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം കിട്ടും കേട്ടോ. സ്വർഗം ഉറപ്പായി. എന്ത് വേണമെന്നാ പറഞ്ഞത്? നോമ്പ് ഒറ്റതല്ല. അയാളെ വിഷയം എന്താ അവിടെ പറഞ്ഞത്? ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. ചിലരൊക്കെ ഞാൻ വലിയ സുന്നത്ത് നോമ്പ് നോക്കണമെന്ന് അറിയിക്കാൻ വേണ്ടി സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ട് അല്ലേ? ഇത് എനിക്ക് ചായ വേണ്ട, എനിക്ക് നോമ്പുണ്ട്, അത് പരസ്യം ചെയ്യാൻ. എനിക്ക് എന്തിനാ ചായ കുടിക്കുന്നിടത്ത് വരുന്നത്? ഇത് പറയാൻ നോമ്പുകാരനാണെന്ന് പിന്നെ അറിയിക്കാൻ. മറ്റുള്ളവരൊക്കെ ചായ കുടിക്കുമ്പോളേ നിങ്ങൾ ചായ വേണ്ട, എനിക്ക് നോമ്പാ. ഞാനവിടെ കേട്ടത് ഇവൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഓനോൻ്റെ പണിത്താൽ പോരെ. അപ്പം എന്താ അവിടെ ഇബ്തിഗാ വജ്ഹില്ലല്ല. നിങ്ങൾ നോക്കേണ്ടി അതിൻ്റെ അകത്ത് നിഫാക്ക് കയറും. ഞാൻ പറയുന്നത് ഹക്കാ. ഇവൻ്റെ മനസ്സിലേക്ക് കാപ്പട്യം കയറും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ വിട്ടേക്കാം. മൻസാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല എന്നിട്ട് ഖുതിമ ലഹു ബിഹ. അതുപോലെ തന്നെ ഒരാളെന്ത് ചെയ്തു? അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വതസദ്ദഖ ബിസദഖ ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സദഖ കൊടുത്തു. ഖുതിമ ലഹു ബിഹ, അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശനം കിട്ടി. കാരണം അങ്ങനെയുള്ള ഭാഗ്യം അള്ളാഹു അങ്ങനത്തെ കൊടുക്കുകയുള്ളൂ. ഏത്? സദഖ കൊടുത്ത് മരിക്കുക. സദഖ കൊടുത്തിട്ട് പിന്നൊന്നും വല്ലാണ്ട് കർമ്മം ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതോട്ട് അദ്ദേഹം മരിച്ചു. നോമ്പ് തോറ്റു, തുറക്കുന്നതിന് മുമ്പ് തന്നെ യാത്ര, സ്വർഗ്ഗം ഉറപ്പായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 12 റക്അത്ത് നമ്മളൊക്കെ ചെയ്യുന്നതാണ്, ബോധപൂർവം ചെയ്താൽ. ഏത്? സുന്നത്ത് നമസ്കാരം 12 റക്അത്ത് ഇപ്പം നമ്മൾ ചെയ്യണില്ലേ? ഇപ്പല്ലേ ഉണ്ട്. അതെന്താ? റസൂലുള്ള പറഞ്ഞു, മൻ സാബറ അലാ ഇസ്നത്തൈനി അസ്റ റക്അത്തൻ ഫിൽ യൗമി വല്ലൈൽ, രാവിലും പകലിലുമായി 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ മുമ്പുള്ള 4, ശേഷമുള്ള 2, 6 കഴിഞ്ഞ്. ളുഹറിന്റെ സമയത്തിന് 6 കഴിഞ്ഞ്. പിന്നെ നമ്മൾ ബഅദൽ മഗ്രിബി 2 അല്ലേ? ഇശാക്ക് ശേഷം 2, എത്രയായി? 10 സുബൈക്ക് ശേഷം 2, 12. മുമ്പ് സുബൈക്ക് മുമ്പ് 2, 12. ഈ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ എന്ത് കിട്ടി? സ്വർഗപ്രവേശനം. മനസ്സിലായോ? അതെങ്ങനെ വേണം? മൻ സാബറ അലാ ഇസ്നത്തൈനി അസ്റ റക്അത്ത ഫിൽ യൗമി വല്ലൈലി, രാവിലും പകലിലുമായി ദഖലൽ ജന്ന. 40 ഖബ്ല ളുഹർ വറക്അത്തൈനി ബഅദഹ വറക്അത്തൈനി ബഅദൽ മഗ്രിബ് വറക്അത്തൈനി ബഅദൽ ഇശാ വറക്അത്തൈനി ബഅദൽ ഫജ്ർ. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഇതെല്ലാം ചെയ്താൽ ആ ആൾക്ക് എന്തുണ്ടാവും? സ്വർഗ്ഗം ഉറപ്പായി. ഇപ്പം സ്വർഗത്തിലെത്താൻ ഒരുപാട് വഴികളുണ്ട്. വഴികളിൽ നിന്നെല്ലാം വഴിമാറി നടക്കരുത്. അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുക. ഒരുപാട് തെറ്റുകൾ വന്നു പോയതാണ്. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഞാനും നിങ്ങളും ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ അവസാനത്തെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
നിരവധി പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹീതമായ റഹ്മത്ത് കൊണ്ട് മരണപ്പെട്ടുപോയ അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞാൻ വിശദീകരിച്ച എല്ലാ സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും ചെയ്യുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മൂമിന വൽ മുമിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.